നമ്മള് ഇന്നലെ പാർട്ടിക്കിൾ ഓൺ എ സ്പിയറിന്റെ ഫംഗ്ഷൻ ലാസ്റ്റ് കണ്ടുപിടിച്ച എന്താ സൊല്യൂഷൻ എന്ന് പറയുന്നത്? YLM തീറ്റ ഫൈ ഈക്വൽ ടു N PLM കോസ് തീറ്റ 1/√2π e റേസ് ടു IM ഫൈ ആയിരുന്നു. എന്നിട്ട് നമ്മൾ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എഴുതി. എന്താ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? 2L + 1/2 L - M by L + M റേസ് ടു 1/2 എന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ഫാക്ടോറിയലും കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്യണം എല്ലാവരും. ആ കോൺസ്റ്റന്റ് 2L + 1/2 L - M ഫാക്ടോറിയൽ ബൈ L + M ഫാക്ടോറിയൽ റേസ് ടു 1/2. അപ്പൊ ഇന്നലെ പോളാർ ഡയഗ്രത്തിൽ നമ്മൾ y00 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇക്വേഷൻ വരുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. y00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L = 0 ആണ്, M = 0 ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിയേ, 2 × 0 + 1 ഡിവൈഡഡ് ബൈ 2. 0 - 0 എന്ന് പറയുമ്പോൾ 0 ഫാക്ടോറിയൽ ബൈ 0 + 0 എന്ന് പറയുമ്പോൾ 0 ഫാക്ടോറിയൽ റേസ് ടു 1/2. പിന്നെ നമുക്കറിയാം ഇന്നലെ നമ്മൾ PLXന്റെ വാല്യൂ പഠിച്ചിരുന്നു. എത്രയാ? 1 ആണ് നമുക്ക് ഇന്നലെ കിട്ടിയത്. 1/√2π e റേസ് ടു I. M-ന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ e റേസ് ടു 0 ആവും. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഇത്. അപ്പൊ എന്താ കിട്ടുന്നത് ഇവിടെ? 2 × 0 0 0 + 1 1/2. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ് അല്ലേ? അപ്പൊ 1/1 എന്ന് പറയുമ്പോൾ 1 റേസ് ടു 1/2 × 1/√2π e റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണ് നമുക്ക് 1/√4π എന്ന് ആൻസർ കിട്ടുന്നത് കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്യണം എല്ലാവരും. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? L - M, അതായത് ഇവിടെ 0, അതായത് ഫുൾ ടേം 0 ആയിട്ട് പോകും. ആ ഒരു ചെറിയൊരു തെറ്റ് വന്നതാണ്. L - M ഫാക്ടോറിയൽ L + M ഫാക്ടോറിയൽ എന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും 1/√4π. ക്ലിയർ ആണോ എല്ലാവർക്കും? റിപ്പീറ്റ് ചെയ്യണോ ഇത്? പിന്നെ y10 ഇന്നലെ മിസ് പറഞ്ഞ √3/4π കോസ് തീറ്റ, അതെങ്ങനെ? അതെനിക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല. √3/4π കോസ് തീറ്റ ചെയ്യാം. y10 1 2 P10ന്റെ വാല്യൂ എത്രയാ? 1 അല്ലേ? എനിക്ക് മാറിയതാണ്. 1 ആ എക്സിന്റെ സ്ഥലത്താണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കണേ. 1/√2π. കുഴപ്പമില്ലല്ലോ. ആ 1 x അല്ലേ? x എന്ന് പറയുമ്പോ x എന്ന് പറഞ്ഞ ആൾ കോസ് തീറ്റ അല്ലേ? കോസ് തീറ്റ എന്ന് കൊടുക്കും. അതെ, ക്ലിയർ ആയില്ലേ? മനസ്സിലായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? തുടങ്ങട്ടെ ഞാൻ പുതിയ പോർഷൻ. ഓക്കെ മിസ്.
അടുത്തൊരു 2 പ്രൂഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ആ പ്രൂഫ് നിങ്ങൾ എഴുതിക്കോളൂ, ഹെഡിങ് എഴുതൂ കേട്ടോ. ഷോ ദാറ്റ് spherical harmonics is the eigenfunction of L square. Spherical harmonics is the eigenfunction of L square. അതായത് നമുക്കറിയാം ഐഗൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനുമോ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിം ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ആ കോൺസ്റ്റന്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഇപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? എൽ സ്ക്വയറിന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ് എന്ത്? സ്പെറിക്കൽ ഹാർമോണിക്സ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം അറിയണം, ഇവിടെ നമ്മുടെ ഓപ്പറേറ്റർ, അതായത് ഇവിടുത്തെ എ ക്യാപ്പ് എന്ന് പറയുന്നത് ഏതാണ്? എൽ സ്ക്വയർ ആണ് ഇവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി എന്താ എൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എക്സ് സ്ക്വയർ പ്ലസ് എൽ വൈ സ്ക്വയർ പ്ലസ് എൽ സെഡ് സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൽ സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് എൽ എക്സ് എൽ വൈ എൽ സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ആംഗുലർ മൊമെന്റ് ആണ്. അപ്പൊ ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കി തരാം. ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനുമോ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ ഐഗൺ ഫംഗ്ഷൻ എന്നും വാല്യൂവിനെ ഐഗൺ വാല്യൂ എന്നും പറയും. ഇവിടെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എൽ സ്ക്വയറിന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ് സ്പെറിക്കൽ ഹാർമോണിക്സ്. അതായത് YLM θ φ എന്ന് പറയുന്നത് എൽ സ്ക്വയറിന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ആണ്. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എൽ എക്സ് സ്ക്വയർ പ്ലസ് എൽ വൈ സ്ക്വയർ പ്ലസ് എൽ സെഡ് സ്ക്വയറിനെയാണ് എന്തെന്ന് പറയുന്നത്? എൽ സ്ക്വയർ. എൽ എക്സ് എൽ വൈ എൽ സെഡ് എന്ന് പറയുന്നത് എന്താ? ആംഗുലർ മൊമെന്റം ആണ്. അപ്പൊ അതിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അതാണ് ഇവിടുത്തെ എ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? YLM θ സ്പെറിക്കൽ ഹാർമോണിക്സ് ആണ്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, YLM θ φനെയാണ് ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ എൽ സ്ക്വയർ സ്പെറിക്കൽ ഹാർമോണിക്സിമോ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈ സെയിം ഫംഗ്ഷൻ കിട്ടണം മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ്. അങ്ങനെ നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്പെറിക്കൽ ഹാർമോണിക്സ് എൽ സ്ക്വയറിന്റെ ഒരു ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എൽ സ്ക്വയർ YLM θ φ is equal to a constant into YLM θ φ. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് പറയാം എൽ സ്ക്വയറിന്റെ ഒരു ഐഗൺ ഫംഗ്ഷൻ ആണ് സ്പെറിക്കൽ ഹാർമോണിക്സ് എന്ന്. ഇതുവരെ ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്. ഇനി ഒരു ഹാമിൽട്ടോണിയൻ സ്പെറിക്കൽ ഹാർമോണിക്സിമോ ഓപ്പറേറ്റ് ചെയ്യാന്ന് വിചാരിക്കും, YLM θ φ. അങ്ങനെ ഹാമിൽട്ടോണിയൻ YLM θ φ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് HSI ഈക്വൽ ടു എന്താണ്? E psi ആണ്. അതായത് E എന്ന് പറയുന്നത് എന്താ? ആ സിസ്റ്റത്തിന്റെ എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? E എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സ്പിയറിന്റെ ഹാമിൽട്ടോണിയൻ ആണ് എടുത്തത്. സ്പിയറിന്റെ ഹാമിൽട്ടോണിയൻ എടുക്കുമ്പോ അതിന്റെ എനർജി എന്നല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ എനർജി എന്ന് പറയുന്നത്? L × L+1 H ക്രോസ് ബൈ 2I. അത് ഇന്നലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. YLM θ φ. അതായത് ഈ സ്ക്രോണിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് HSI = E psi ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് സ്പിയറിന്റെ ഹാമിൽട്ടോണിയൻ ഈ ഫംഗ്ഷനും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എനർജി, സ്പിയറിന്റെ എനർജി എന്നല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്താണ്? L × L+1 H ക്രോസ് ബൈ 2I YLM θ φ. ക്ലിയർ ആണോ ഈ സ്റ്റെപ്പ്?
യെസ് മിസ്. ക്ലിയർ ആണോ? യെസ് മിസ്. ഇനി ഈ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y ആണ്. അതായത് ഞാൻ നിങ്ങളെ ഈ ചാപ്റ്റർ മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു LX, LY, LZ ഒക്കെ എങ്ങനെ സ്പെറിക്കൽ ഹാർമോണിക്സിൽ എഴുതാമെന്ന്. നമ്മളത് പഠിച്ചതാണ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ എന്താണ് LX, LY, LZ ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ്. അതായത് LX എന്ന് പറഞ്ഞ എന്താ, സൈൻ ഫൈ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് കോസ് ഫൈ കോട്ട് തീറ്റ ഡോ ബൈ ഡോ ഫൈ ഇൻറ്റു IH ക്രോസ്. അതേപോലെ LY നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, LZ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, മൈനസ് IH ക്രോസ് ഡോ ബൈ ഡോ ഫൈ. ഇതിന്റെ എല്ലാത്തിന്റെയും സ്ക്വയർ എടുത്തിട്ട് 2i കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സ്പിയറിന്റെ ഹാമിൽട്ടോണിയൻ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഹാമിൽട്ടോണിയനെ ഈ L സ്ക്വയർ ബൈ 2y വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. H psi is equal to E psi. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. H cap. ഇവിടുത്തെ psi എന്ന് പറയുന്നത് സ്പെറിക്കൽ ഹാർമോണിക്സ് ആണ്. ഇനി എനർജിയുടെ എക്സ്പ്രഷൻ ഇല്ലേ, അതില് H ക്രോസ് സ്ക്വയർ ഇല്ലേ, L ഇൻറ്റു L പ്ലസ് 1 ഇൻറ്റു H ക്രോസ് സ്ക്വയർ ഉണ്ട്. H ക്രോസ് സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ പറഞ്ഞത്? ഇതുവരെ ക്ലിയർ ആയോ? ഈ H ക്യാപ്പ് L സ്ക്വയർ ബൈ 2y എഴുതാനുള്ള കാരണം L സ്ക്വയർ ബൈ 2y ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പിയറിന്റെ ഹാമിൽട്ടോണിയൻ കിട്ടും. അപ്പൊ L സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? LX സ്ക്വയർ പ്ലസ് LY സ്ക്വയർ പ്ലസ് LZ സ്ക്വയർ. അതിനെയാണ് നമ്മൾ L സ്ക്വയർ എന്ന് പറയുന്നത്. ആ LXസും LXYയും LSZും എന്താന്ന് നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഈ മൊഡ്യൂൾ തുടങ്ങുമ്പോൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ സ്ക്വയർ എടുത്ത് സം ചെയ്ത് 2y കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ H ക്യാപ്പ് തന്നെയാണ് കിട്ടുക. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പൊ നിങ്ങൾ ആ പ്രൂഫ് ഒന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. സിൻസ് H ക്യാപ്സ് ഈക്വൽ ടു L സ്ക്വയർ ബൈ 2y അങ്ങനെ കൊടുത്താൽ മതി. റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ തന്നെ എഴുതാ L ഇൻറ്റു L പ്ലസ് 1 H ക്രോസ് സ്ക്വയർ ബൈ 2y YLM തീറ്റ ഫൈ. ഇനി രണ്ട് സൈഡിലും നോക്കിയേ, 2yയും 2yയും ഉണ്ട്. ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? L സ്ക്വയർ YLM തീറ്റ ഫൈ ഈക്വൽ ടു L ഇൻറ്റു L പ്ലസ് 1 H ക്രോസ് സ്ക്വയർ YLM തീറ്റ ഫൈ. അപ്പൊ നോക്കിക്കേ, L സ്ക്വയർ ഈ YLM തീറ്റ ഫൈ ഓപ്പറേറ്റ് ചെയ്തപ്പോ നമുക്ക് സെയിം ഫംഗ്ഷൻ കിട്ടി, മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ് L ഇൻറ്റു L പ്ലസ് 1 H ക്രോസ് സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്പെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുന്നത് L സ്ക്വയറിന്റെ ഒരു ഐഗൺ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യണോ? ഒന്നും കൂടെ പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് L സ്ക്വയർ എന്ന് പറയുന്നത് YLM തീറ്റ ഫൈയുടെ ഒരു ഐഗൺ L സ്ക്വയറിന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ് YLM തീറ്റ ഫൈ. അതായത് ഐഗൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സെയിം ഫംഗ്ഷൻ കിട്ടണം, മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ്. അങ്ങനെയുള്ളതിനെയാണ് നമുക്ക് ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം സ്ക്രോണിജർ ഇക്വേഷൻ എന്താ? H psi ഈക്വൽ ടു E psi. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതാ? സ്പിയർ ആണ്. സ്പിയറിന്റെ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ YLM തീറ്റ ഫൈ ആണ് അതിന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയത്. ഈക്വൽ ടു സ്പിയറിന്റെ എനർജി നമ്മൾ കണ്ടുപിടിച്ചു, L ഇൻറ്റു L പ്ലസ് 1 H ക്രോസ് സ്ക്വയർ ബൈ 2y. ഫംഗ്ഷൻ എന്ന് പറയുന്നത് YLM തീറ്റ ഫൈ. ഇനി ഈ H ക്യാപ്പ് L സ്ക്വയർ ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് L സ്ക്വയർ ബൈ 2i ആണ് H ക്യാപ്പ്. അതെങ്ങനെ കിട്ടുക? നമ്മള് L സ്ക്വയർ എന്ന് പറഞ്ഞാൽ LX സ്ക്വയർ പ്ലസ് LY സ്ക്വയർ പ്ലസ് LZ സ്ക്വയർ ആണ്. അതേ ബൈ 2i ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഹാമിൽട്ടോണിയൻ കിട്ടും.
അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ഹാമിൽട്ടോണിയനെ L²/2i വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. L × L+1 h²/2i y_lm θ∅. ഇനി രണ്ട് സൈഡിലും 2y ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? L² y_lm θ∅ = L × L+1 h² y_lm θ∅. അപ്പൊ നോക്കിക്കേ, L² എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഈ ഫംഗ്ഷനും ഓപ്പറേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? സെയിം ഫംഗ്ഷൻ കിട്ടി, മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ്? സ്ഫെറിക്കൽ ഹാർമോണിക്സ് L²ന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തൊരു പ്രൂഫ് ഏതാ? ഷോ ദാറ്റ് spherical harmonics is the eigenfunction of LZ. സ്പെറിക്കൽ ഹാർമോണിക്സ് LZ-ന്റെയും ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇതേപോലെ തന്നെ LZ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ സ്പെറിക്കൽ ഹാർമോണിക്സും ഓപ്പറേറ്റ് ചെയ്യണു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സെയിം ഫംഗ്ഷൻ കിട്ടണം, മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ്. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പറയാൻ പറ്റും LZ-ന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ് സ്പെറിക്കൽ ഹാർമോണിക്സ് എന്ന്. നമുക്കറിയാം, നമ്മൾ LZ എന്താന്ന് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റില് ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? -IH× ∂/∂ϕനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? LZ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -IH× ∂/∂ϕ. ഇനി y_lm θ∅ എന്ന് പറയുന്നത് എന്താ? NP_lm cos θ 1/√2π e⁻im⁵. അതാണ് നമ്മുടെ y_lm θ∅, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ കിട്ടാൻ നമുക്ക് ഇത് ചെയ്യുമ്പോ? ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേമുകളൊക്കെ പുറത്തേക്ക് എടുത്തു നോക്കിയാൽ നിങ്ങള് -IH× ഈ 1/√π കൂടി നമുക്ക് ഈ കോൺസ്റ്റന്റിന്റെ കൂടത്തിൽ കൂട്ടാം. n, അപ്പൊ n എഴുതി, 1/√2π എഴുതി, -IH× എഴുതി, P_lm cos θ ∂/∂ϕ of e⁻im⁵. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? e⁻im⁵ വിത്ത് റെസ്പെക്ട് ടു ഫൈയോട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടാ? -IH× NPL അതൊരു കോൺസ്റ്റന്റ് ആയോണ്ട് ഈ n-ന്റെ ഒപ്പം കൂട്ടിക്കോന്ന് ഞാൻ പറഞ്ഞോന്നുള്ളൂ കേട്ടാ. ആ വാല്യൂ ഇട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ആ മൊത്തത്തിൽ n ആക്കി എഴുതിയെന്നുള്ളൂ. P_lm cos θ. ഇനി വിത്ത് റെസ്പെക്ട് ടു ഫൈയോട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടാ e⁻im⁵ ഇൻറ്റു im. ഇനി നമുക്കറിയാം I × I എന്ന് പറഞ്ഞാൽ എന്താ? I² ആണ് അല്ലെ. I²ന്റെ വാല്യൂ നമ്മൾ പഠിച്ചതാണ് -1. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ എന്തായി? പ്ലസ് ആയി. ബാക്കി എന്താ? H× NP_lm cos θ e⁻im⁵. ഇവിടെ ഒരു m ഉണ്ട്. ഇനി എന്താ നമ്മുടെ NP_lm cos θ e⁻im⁵ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ y_lm θ∅ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? MH× y_lm θ∅. y_lm θ∅.
നമ്മൾ തുടങ്ങിയത് എവിടുന്നാ? LZ YLM തീറ്റ ഫൈയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ നോക്കിയേ, LZ ഈ ഫംഗ്ഷനും ഓപ്പറേറ്റ് ചെയ്തപ്പോ എന്ത് കിട്ടി? സെയിം ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് എ കോൺസ്റ്റന്റ് MH ക്രോസ്. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? LZ ന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ് YLM തീറ്റ ഫൈ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയി. അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അതായത് സ്പെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുന്നത് എന്തിന്റെ ഒക്കെ ഐഗൺ ഫംഗ്ഷൻ ആയിട്ട് വരും? സ്പിയറിന്റെ ഐഗൺ ഫംഗ്ഷൻ ആയിട്ട് വരും. സ്പിയറിന്റെ ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ YLM തീറ്റ ഫൈ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇന്നലെ നമ്മൾ പഠിച്ചു. L × L+1 H ക്രോസ് സ്ക്വയർ ബൈ 2I YLM തീറ്റ ഫൈ ആണ്. പിന്നെ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താ? L സ്ക്വയറിന്റെയും ഐഗൺ ഫംഗ്ഷൻ ആണ് സ്പെറിക്കൽ ഹാർമോണിക്സ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? L × L+1 H ക്രോസ് സ്ക്വയർ YLM തീറ്റ ഫൈ. ഇനി പിന്നെ നമ്മൾ പഠിച്ചു LZ ന്റെയും ഐഗൺ ഫംഗ്ഷൻ ആണ് സ്പെറിക്കൽ ഹാർമോണിക്സ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? MH ക്രോസ് YLM തീറ്റ ഫൈ ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. അപ്പൊ ചിലപ്പോ ഈ സ്പെറിക്കൽ ഹാർമോണിക്സ് മാത്രം ചോദിക്കാറുണ്ട് എക്സാമിന്, 1 വെയിറ്റേജിലൊക്കെ. അപ്പൊ അങ്ങനെ 1 വെയിറ്റേജിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ 3 കാര്യങ്ങളാണ് അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. അതായത് ഒരു കാര്യം എഴുതേണ്ടത് എന്താണ്? സ്പെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുന്നത് സ്പിയറിന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഈ ഫസ്റ്റ് ഇക്വേഷൻ എഴുതണം. പിന്നെ എന്തൊക്കെ പറയണം? സ്പെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുന്നത് ഏതിന്റെ ഒക്കെ ഐഗൺ ഫംഗ്ഷൻ ആവാം? L സ്ക്വയറിന്റെ ഐഗൺ ഫംഗ്ഷൻ ആവാം, LZ ന്റെ ഐഗൺ ഫംഗ്ഷനും ആവണം. അതിന്റെ പ്രൂഫും നമ്മൾ അവിടെ എഴുതണം. കേട്ടോ പറഞ്ഞത്? സ്പെറിക്കൽ ഹാർമോണിക്സ് 1 വെയിറ്റേജിന് ചോദിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 3 വെയിറ്റേജിനും essay ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ടിക്കിൾ ഓൺ എ സ്പിയർ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യേണ്ടി വരും. പിന്നെ അതിൽ ഈ 3 കാര്യങ്ങളും കൂടി നമ്മൾ പറയണം. അത്രയും പറയുമ്പോഴാണ് 3 വെയിറ്റേജും 5 വെയിറ്റേജിനുള്ള മാർക്ക് ആവുള്ളൂ. 1 വെയിറ്റേജിന് നിങ്ങളോട് സ്പെറിക്കൽ ഹാർമോണിക്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ദ സൊല്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ ഓൺ എ സ്പിയർ ഈസ് നോൺ ആസ് സ്പെറിക്കൽ ഹാർമോണിക്സ്. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ. YLM തീറ്റ ഫൈ എന്താന്ന് എഴുതണം കേട്ടോ ആദ്യം. YLM തീറ്റ ഫൈ എന്താ? NPLM കോസ് തീറ്റ 1/√2π e⁻im φ. അതാണ് സ്പെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. വേർ n ഈക്വൽ ടു 2l + 1/2 l - m ഫാക്ടോറിയൽ ബൈ l + m ഫാക്ടോറിയൽ റേസ് ടു 1/2. അപ്പൊ ആദ്യം എഴുതേണ്ടത് ഇതാണ്. ദ സൊല്യൂഷൻ ഓഫ് സ്പിയർ ഈസ് നോൺ ആസ് സ്പെറിക്കൽ ഹാർമോണിക്സ്. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എഴുതി അതിന്റെ n എന്താന്നൊക്കെ നമ്മൾ എഴുതി. പിന്നെ നമ്മൾ പറയേണ്ടത് എന്താണ്? ഈ 3 കാര്യങ്ങളാണ്. സ്പെറിക്കൽ ഹാർമോണിക്സ് ഏതിന്റെ ഒക്കെ ഐഗൺ ഫംഗ്ഷൻ ആണ്? സ്പിയറിന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാ. അതേപോലെ തന്നെ L സ്ക്വയറിന്റെയും ഐഗൺ ഫംഗ്ഷൻ ആണ്, LZ ന്റെയും ഐഗൺ ഫംഗ്ഷൻ ആണ്. ഇത് രണ്ടും എഴുതുമ്പോൾ അതിന്റെ പ്രൂഫും കൂടി 1 വെയിറ്റേജിൽ എഴുതണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി 3 വെയിറ്റേജിനും എസ്സേയിലും ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ടിക്കിൾ ഓൺ എ സ്പിയർ ഡിറൈവ് ചെയ്തിട്ട് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. 1 വെയിറ്റേജിന് ചോദിക്കുമ്പോൾ ഈ 4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഏതൊക്കെയാ 4 പോയിന്റ്സ്? ഒരെണ്ണം എന്ന് പറയുന്നത് 5 പോയിന്റ്സ് വേണം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? സൊല്യൂഷൻ ഓഫ് എ സ്പിയർ, അതിനെയാണ് സ്പെറിക്കൽ ഹാർമോണിക്സ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ആ സൊല്യൂഷൻ? NPLM cos θ 1/√2π e⁻im φ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹാമിൽട്ടോണിയന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് L സ്ക്വയറിന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് LZ ന്റെ ഐഗൺ ഫംഗ്ഷൻ ആണ്. അതിൽ ഈ അവസാനത്തെ രണ്ടിന്റെയും പ്രൂഫും കൂടി എഴുതാം. അത് വളരെ 2-3 സ്റ്റെപ്പിലേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രൂഫും കൂടി എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യും.
ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ക്ലിയർ ആയി മിസ്. ഇനി ഈ മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ. ഇത് ഇത്തിരി മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ നോട്ടും ഒപ്പം തരാം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. സ്പേസ് ക്വാണ്ടൈസേഷൻ എന്താണ്? സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു. ഹെഡിങ് എഴുതിയോ എല്ലാവരും? യെസ് മിസ്. ഇനി സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ ഓറിയന്റേഷൻ നമുക്ക് ഒരു ആക്സിസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ അതിന്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അതാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ പഠിച്ചിരിക്കുന്നത് സ്പിയർ അല്ലേ, ആ സ്പിയർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഓറിയന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ ആക്സിസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അതിന്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അതാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാ ദ ഓറിയന്റേഷൻ ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി, ദ ഓറിയന്റേഷൻ ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി cannot be explained on axis. ഒരു ആക്സിസ് വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. cannot be explained on axis. But its energy is quantized. But its energy is quantized. But its energy is quantized. നമ്മളിപ്പോ ഒരു ഇക്വേഷൻ പഠിച്ചു, LZ YLM തീറ്റ ഫൈ ഈക്വൽ ടു എന്താ പഠിച്ചേ, MH ക്രോസ് YLM തീറ്റ ഫൈ. ഇങ്ങനെ എഴുതാ, we know that LZ YLM തീറ്റ ഫൈ ഈക്വൽ ടു MH ക്രോസ് YLM തീറ്റ ഫൈ. where M can have values from minus L to plus L. Where M can have values from minus L to plus L. M can have only certain values. M can have only certain values. Thus, the Z component of angular momentum, thus, the Z component of angular momentum can take only certain discrete values. Certain discrete value. അതായത് MH ക്രോസ് ആണ് അവിടുത്തെ എനർജി എന്ന് പറയുന്നത്. അപ്പൊ എമ്മിന് പോസിബിൾ ആയിട്ട് മൈനസ് L ടു പ്ലസ് L വാല്യൂസ് ആണ്. അപ്പൊ അത്രയും ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമാണ് ആ എനർജിക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് എനർജി എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടൈസ്ഡ് ആണ്. പക്ഷെ അതിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരു ആക്സിസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ് ഇവിടെ വരെ പറഞ്ഞത്? ഓക്കെ.
then the number of possible direction is given by the equation 2l plus 1. The number of possible direction is given by the equation 2l plus 1. അതായത് 2l plus 1 ഓറിയന്റേഷൻസ് ഈ മോളിക്യൂളിന് പോസിബിൾ ആവുമെന്ന്. The number of possible direction is given by the equation 2l plus 1. The angle of orientation is given by the equation cos alpha is equal to mh cross by root of L into L plus 1 h cross. The angle of orientation is given by the equation cos alpha is equal to mh cross divided by root of L into L plus 1. ഇപ്പൊ നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. ഒന്ന് ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് എൻ്റർ ചെയ്യാം കേട്ടോ.